1:33 റൺവേ 23 നിന്നാണ് ഈ വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അവിടെ നിന്ന് പുറപ്പെട്ട ഉടൻ തന്നെ പുറപ്പെട്ട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ടേക്ക് ഓഫിന് ഇടെ തന്നെ ATCയിലേക്ക് അപായ സന്ദേശം എത്തുകയായിരുന്നു. ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സംഭവിച്ചതിന്റെ അതായത് അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേ 23 നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ ആ വിമാനം തകർന്നു വീണിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് ഈ തകർന്നിരിക്കുന്നത്. അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേ നമ്പർ 23 നിന്ന് പറന്നു ഉയരുന്നു ആ വിമാനം. ടേക്ക് ഓഫ് പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പുക ഇപ്പോൾ ഉയരുന്നത് കാണാം. വിമാനത്താവളത്തിന് പരിസരത്ത് തന്നെയാണ് ഈ വിമാനം തകർന്നു നിൽക്കുന്നത്. 242 യാത്രക്കാർ എന്ന് അതിനകത്ത് നേരത്തെ പറഞ്ഞ തന്നെ വിജയ് രൂപാണി ഉൾപ്പെടെ. വിജയ് രൂപാണിയുടെ കാര്യം കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പോൾ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം മന്ത്രി ഇപ്പോൾ പറയുന്നത് സ്ഥിരീകരിക്കുന്നു, അപകടം സ്ഥിരീകരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ തന്നെ മോണിറ്റർ ചെയ്യുന്നു, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പിന്നാലെ അറിയിക്കാമെന്നാണ് ഇപ്പോൾ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ അറിയിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് നമുക്ക് ഈ വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട്. ദിവിഷ് മണിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിവിഷ്, എയർ ഇന്ത്യയുടെ D787 എയർക്രാഫ്റ്റ് അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് പോയ വിമാനം, 242 ആളുകൾ, അതിൽ 2 പൈലറ്റുമാർ, 10 ക്യാബിൻ ക്രൂ. അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേ നമ്പർ 23 നിന്ന് വിമാനം പറന്നുയർന്നു. ഇത്രയും വിവരങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്.